നമസ്കാരം. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തെ ചൊല്ലിയുള്ള പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ തർക്കം പോർവിളിയിലും കയ്യാങ്കളിയിലും കലാശിച്ചു. 2 BJP MP മാർക്ക് പരുക്കേറ്റു. രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് BJP പോലീസിൽ പരാതി നൽകി. മല്ലികാർജ്ജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കാൻ BJP ശ്രമിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ സണ്ണി എം കപ്പിക്കാട് സാമൂഹ്യ ചിന്തകൻ, ശ്രീ എ റഹീം CPIM MP, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ യുവരാജ് ഗോകുൽ BJP എന്നിവർ. ആദ്യം ശ്രീ എ റഹീം, പാർലമെന്റിനകത്ത് ഭരണ പ്രതിപക്ഷ മുഖാമുഖം പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിന് വെളിയിൽ ഇതുപോലെ ഒരു ഫേസ് ഓഫ് അഭൂതപൂർവമാണ്. ഭരണ പ്രതിപക്ഷ MP മാർ നേർക്കുനേർ ഏറ്റുമുട്ടുക എന്നുള്ളത് തീർത്തും അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യമാണ്. ഇന്ന് എന്താണ് പാർലമെന്റ് കവാടത്തിൽ സംഭവിച്ചത്? അഭിലാഷ്, യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. പാർലമെൻ്ററി ഡെമോക്രസിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം അസാധാരണമാണ്, അപൂർവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും അപലപനീയമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു കാര്യം വളരെ ബോധപൂർവം ഭരണകക്ഷി അംഗങ്ങൾ BJP ആസൂത്രണം ചെയ്ത് ഒരു സംഘർഷാന്തരീക്ഷവും തീർക്കുകയായിരുന്നു, അവിടെ അങ്ങനെ സംഘടിപ്പിക്കുകയായിരുന്നു അവർ. ഉണ്ടായ സംഭവം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ പാർലമെൻറ്റിനകത്ത് ഇന്ന് വരെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ഇങ്ങനെ അപമാനിച്ച് ആരും പ്രസംഗിച്ചിട്ടില്ല. വളരെ നിന്ദ്യമായ ഭാഷയിൽ, നിന്ദ്യമായ ബോഡി ലാംഗ്വേജിൽ വളരെ മോശമായി അംബേദ്കറെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെയും ഇന്നും പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. പാർലമെൻറ്റിനകത്തുയരുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ പാർലമെൻറ്റിൻ്റെ പുറത്ത് സഭാ കവാടത്തിലേക്ക് നീങ്ങുക സർവ്വസാധാരണമാണ്. ഗാന്ധി പ്രതിമയുടെ മുൻപിലാകാം, പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിലായിരിക്കാം. ഞങ്ങൾ പ്രതിഷേധിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചിരുന്നു, അദാനി പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു, സംഭൽ പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഈ ശൈത്യകാല സമ്മേളനത്തിൽ മാത്രം നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മണിപ്പൂർ പ്രശ്നത്തിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. സർവ്വസാധാരണമാണ്. അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റാണ് അവിടെ നടക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിക്കും, മുദ്രാവാക്യം വിളിക്കും, രാജ്യത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് എടുത്തിരുന്ന തീരുമാനം അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ അസംബിൾ ചെയ്യുക, അവിടെ നിന്ന് പ്രകടനമായി പാർലമെൻറ്റ് പ്രധാന കവാടമായ മഗർദോറിലേക്ക് വരിക. ഇതായിരുന്നു ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം. പക്ഷേ രാവിലെ പാർലമെൻറ്റിൽ ചേരുമ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങളെല്ലാം തന്നെ ഇന്ത്യ ബ്ലോക്ക് അവിടെ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മഗർദ്വാറിൻ്റെ മുമ്പിൽ സംഘടിച്ച് BJPയുടെ MP മാർ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ, മുൻ മന്ത്രിമാരായിരുന്നവർ ഉൾപ്പെടെ അവിടെ ഭരിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. ആരുണ്ട് അവിടെ വാ എന്നുള്ള നിലയിൽ അങ്ങ് നിൽക്കുകയാണ് ഈ പറയുന്ന പാർലമെൻറ്റ് പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ മുമ്പിൽ. പക്ഷേ നിശ്ചയിച്ചതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രതിഷേധ പ്രകടനം പാർലമെൻറ്റ് വളപ്പിനുള്ളിലുള്ള അംബേദ്കർ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് മഗർ കവാടത്തിലേക്ക് വരുന്നു. മഗർ കവാടത്തിൻ്റെ മുമ്പിൽ ഇവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വന്ന ഞങ്ങളുടെ പ്രകടനത്തെ ഇവർ നേരിടുന്ന നിലയാണ് ഉണ്ടായത്. ആ പാർലമെൻറ്റിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. എത്ര നിന്ദ്യമായ, എന്തിനാണ് ഇങ്ങനെ ഇവർ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി അവിടെ നിലയുറപ്പിച്ചൊരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുക, രക്തച്ചൊരിച്ചിലുണ്ടാക്കുക. സ്വാഭാവികമായിട്ടും അസാധാരണമായ ആ സംഭവത്തിലേക്ക്, രക്തച്ചൊരിച്ചിലേക്ക്, തുടർന്ന് അതിന്മേലുള്ള ചർച്ചകളിലേക്ക് ഈ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇതായിരുന്നു അവരുടെ അടുത്ത് നിന്ദ്യമായൊരു സമീപനം. എന്ത് ഡൈവേർഷൻ പോളിസി, എന്തിനൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും അമിത്ഷാ പറഞ്ഞതിനെ മാച്ചു കളയാനാകുമോ? സഭാരേഖകളിലല്ലേ ഈ നിമിഷം വരെ അത് തെറ്റായിപ്പോയി എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നില്ല. അമിത്ഷാ മാധ്യമപ്രവർത്തകരെ കണ്ടു പറയുന്നില്ല. ഇന്ന് BJP നേതാക്കൾ മാധ്യമപ്രവർത്തകരെ വീണ്ടും കണ്ടു. ആരും അത് തെറ്റായിപ്പോയെന്ന് പറയണ്ടേ? രാജ്യമാകെ പ്രതിഷേധം ഉയരുകയാണ്. സ്വാഭാവികമായ പ്രതിഷേധം പല തെരുവുകളിലും സംസ്ഥാനങ്ങളിലും ഉയർന്നു വരുന്നു. ജനങ്ങളാകെ ചോദിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇവ സംഭവിച്ചതെന്താണ്? ഇതുവരെ അമിത്ഷാ തിരുത്തി പറയാത്തത്, പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് അഭിപ്രായം പറയാത്തത്, BJPക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയാതെ വരുന്നത്, അവർ എക്സ്പോസ് ചെയ്യപ്പെട്ടു. അവരുടെ യഥാർത്ഥ മനസ്സിതായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടല്ലേ ചെയ്തത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് മനുസ്മൃതിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജൈത്രയാത്രയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ സംഘടിപ്പിച്ചത്.
അതിൽ ചരിത്രത്തിലുടനീളം RSS ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തോട് കാണിച്ച ചതി അനാവരണം ചെയ്യപ്പെട്ടു. ശരി, അതിന്റെ അതോടൊപ്പം തന്നെ വിശദാംശങ്ങളിലേക്ക് മൂല്യങ്ങൾ ചർച്ചയുടെ ഭരണഘടനാ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. ശ്രീ സണ്ണി എം കപ്പിക്കാട്, ഇതിൽ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയുടെ 75ാം വാർഷികം പ്രമാണിച്ച് ഭരണഘടനയെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഭരണഘടനാ ശില്പിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഒരു പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ്. വെറുമൊരു ചർച്ചയിലല്ല, ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. അംബേദ്കർ 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 എന്നിങ്ങനെ ഉരുവിടുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ നിങ്ങൾ 7 ജന്മം സ്വർഗം കാണും അല്ലെങ്കിൽ സ്വർഗത്തിലെത്താം എന്ന് അമിത്ഷാ പറയുന്നത് വളരെ കൃത്യമാണ്. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു? വളരെ വ്യക്തമായും ഒരു കാര്യം ആദ്യമേ തന്നെ പറയാൻ കഴിയും. ഇന്ത്യ ഭരിക്കുന്ന BJP നേതാക്കൾക്കും സംഘപരിവാർ ശക്തികൾക്കും ഉറക്കത്തിൽ പോലും ഭയപ്പെടുന്ന ഒരു പേരാണ് ഡോക്ടർ BR അംബേദ്കർ എന്നത്. അതിനൊരു കാരണവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഇന്ന് BJP ആഘോഷിക്കുന്ന വളരെ വലിയ കാര്യമാണെന്ന് പറയുന്ന കാര്യങ്ങളെയാണ് അടിസ്ഥാനപരമായി ഡോക്ടർ BR അംബേദ്കർ വിമർശിക്കുകയും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുവാനുള്ള അതിൻ്റെ അടിസ്ഥാന രേഖയായിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. 2014 മോഡി അധികാരത്തിലെത്തിയതിനു ശേഷം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അവരത് ചെയ്യും. അതിനൊരു കാരണമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 1949 ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ കോലം കത്തിച്ചുകൊണ്ട് തുടങ്ങിയ പാരമ്പര്യത്തിലാണ് ഈ അമിത്ഷാ നിലയുറപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവരറിയേണ്ട ഒരു കാര്യമുണ്ട്. ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ നിർണായകമായ സംഭാവന ചെയ്ത മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഹിന്ദു സോഷ്യൽ ഓർഡറിനെയും അതിൻ്റെ എത്തിക്സിനെയും അതിൻ്റെ തത്വചിന്തയെയും വേദ ഇതിഹാസ പുരാണങ്ങളെയും വിമർശിച്ചത് ഇന്ത്യ കൂടുതൽ ജനാധിപത്യപരമായിരിക്കാനാണ്. മനുസ്മൃതി ആയിരിക്കണം ഭരണഘടനയ്ക്ക് പകരം എന്ന് BJPയുടെയും സംഘപരിവാറിൻ്റെയും ഉപസംഘടനകൾ പ്രകടനം നടത്തുന്ന നാടാണ് ഇന്ത്യ. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1925 ഡിസംബറിൽ 25-ാം തീയതി 1928 ഡിസംബർ 25-ാം തീയതി ഡോക്ടർ BR അംബേദ്കർ അഗ്നിക്കിരയാക്കിയ പുസ്തകമാണ് മനുസ്മൃതി. മനുസ്മൃതി എന്നത് ആധുനിക ഇന്ത്യക്ക് സ്വീകരിക്കാനുള്ള ഒരു മൂല്യമുള്ള പുസ്തകമല്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ച ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഹിന്ദുത്വ ശക്തികൾക്കാവില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രീകരിച്ചുള്ള എല്ലാ ചർച്ചകളെയും അസ്തമിപ്പിക്കുവാനും അതിനെ അട്ടിമറിക്കുവാനുമാണ് ഇന്ന് BJPയുടെ ഗുണ്ടാ സംഘം. അങ്ങനെ തന്നെ പറയണം. അവർ പാർലമെൻറ്റ് മെമ്പർമാരല്ല, യഥാർത്ഥത്തിൽ ഗുണ്ടാ സംഘമാണ്. അവർ ഒരാക്രമണം അഴിച്ചുവിടുകയും ഈ ചർച്ചയെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി 2-3 ടേമായി മോഡി ഭരിക്കുമ്പോൾ മോഡി പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയെന്നതാണ്. ലോകത്തിലെ കിരാത ഭരണക്കാരെല്ലാം തന്നെ ഹിറ്റ്ലർ, മുസോളിനി അടക്കമുള്ള ഭരണാധികാരികൾ തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് അധികാരത്തിൽ വന്നത് എന്നത് ലോകത്തിൻ്റെ ചരിത്രമാണ്. ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തെ അസ്തമിപ്പിക്കുവാനുമല്ല, മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും ജനാധിപത്യ കീഴ്വഴക്കങ്ങളെ നിലനിർത്തുവാനുമാണ്. പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷാവകാശങ്ങളെ അട്ടിമറിച്ച് ന്യൂനപക്ഷങ്ങളെ പരസ്യമായി ആക്രമിച്ചുകൊണ്ട് ഭരണകൂടം തന്നെ ആക്രമിച്ചുകൊണ്ട് അതുപോലെ തന്നെ സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തി സംവരണത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ദലിതരെയും ആദിവാസികളെയും തെരുവിൽ നേരിട്ടുകൊണ്ട് ഇവർ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ നടത്തുന്ന ഈ പരിശ്രമത്തെയാണ് 1946 തന്നെ ഡോക്ടർ BR അംബേദ്കർ തള്ളിക്കളഞ്ഞത്. ഇന്ത്യയിൽ ഒരു ഹിന്ദുത്വ ഭരണമുണ്ടായാൽ, ഹിന്ദു ഭൂരിപക്ഷ ഭരണമുണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കുമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. ആ അംബേദ്കറെ ഞങ്ങളാണ് ആദരിക്കുന്നതെന്നാണ് ഇന്നലെ അമിത്ഷാ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഡോക്ടർ BR അംബേദ്കർ ചരിത്രത്തിൽ അതിജീവിച്ചത് ഇന്ത്യ ഭരിച്ചവരാരും പ്രൊട്ടക്റ്റ് ചെയ്തത് കൊണ്ടല്ല. അദ്ദേഹം ഇന്ന് ലോകമറിയപ്പെടുന്ന വിശ്വ ദാർശനികനാണ്, ഒരു രാഷ്ട്രീയ ചിന്തകനാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്.
ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ദളിതരും പുറന്തള്ളപ്പെട്ട മനുഷ്യരും ദൈവത്തെപ്പോലെ കരുതുന്ന ഒരു മഹാബിംബമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന കാര്യം അമിത്ഷായും മോഡിയും മറക്കണ്ട. അതുകൊണ്ട് അംബേദ്കറെ അപമാനിക്കാനുള്ള ഏത് ശ്രമത്തെയും എന്ത് വില കൊടുത്തും ജനാധിപത്യ ഇന്ത്യയും ഇന്ത്യയിലെ ദളിതരടക്കമുള്ള ദളിത് ബഹുജൻ ജനാവലിയും പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാമെന്ന് കരുതുകയും വേണ്ട. മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അംബേദ്കറെ അപമാനിച്ച പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് ഇന്ത്യ മുന്നണി രംഗത്ത് വന്നത് തികച്ചും സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ ഒരു വിവാദത്തിനപ്പുറം ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച സാമൂഹിക രാഷ്ട്രീയ ദർശനങ്ങളെ ഏറ്റെടുക്കുവാനും സമകാലീന ഇന്ത്യ ചെന്നുപെട്ടിരിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ആപൽഘട്ടത്തിൽ നിന്നും ജനാധിപത്യ ഇന്ത്യയെ രക്ഷിക്കുവാനും അവർ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. തീർച്ചയായും ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ നിർമ്മിക്കാൻ നിർണായക സംഭാവന ചെയ്ത മഹത് വ്യക്തിയായി ഇന്ത്യയിൽ ആദരിക്കപ്പെടേണ്ടതിന് പകരം അപമാനിക്കപ്പെടുന്നു എന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ നാണം കെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമിത്ഷായെപ്പോലെയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് രാഷ്ട്രത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ശരി, ഓക്കെ, വ്യക്തം. ശ്രീ യുവരാജ് ഗോകുൽ, ഡൈവേഷണറി ടാക്ടിക്സ് നമ്മൾ പലത് കണ്ടിട്ടുണ്ട്, ഗതി മാറ്റാൻ പലത് ചെയ്യും. ഇപ്പോൾ MP-മാർ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്, ദൈനംദിനം എന്നോണം നടക്കുന്ന കാര്യവുമാണ്. ഇന്ന് അതിനൊരു തടസ്സം വരുന്നു, അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു, തുടർന്ന് സംഘർഷം ചർച്ചയും വാർത്തയുമാകും എന്ന് തീർച്ചയായും അത് ആസൂത്രണം ചെയ്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും. അതിനപ്പുറത്ത് ഇന്ത്യയിലാകപ്പാടെ BJPക്ക് വലിയ തിരിച്ചടി നൽകാൻ പര്യാപ്തമായ വലിയ തോതിൽ നിങ്ങളെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന ഒന്നാണ് അമിത്ഷായുടെ വായിൽ നിന്നറിയാതെ വീണുപോയ പദാവലി എന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ? അഭിലാഷ്, ഡൈവേഷണറി ടാക്ടിക്സ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% അംഗീകരിക്കുന്നു. പക്ഷേ ഡൈവേഷണറി ടാക്ടിക്സ് എന്തായിരുന്നു എന്നുള്ളതാണ് വിഷയം. 17-ാം തീയതിയാണ് അമിത്ഷാ പാർലമെന്റിൽ ഈ പറയുന്ന സോകോൾഡ് പ്രസംഗം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു. ആ പ്രസംഗം പാർലമെന്റിൽ നടത്തുന്ന സമയത്ത് പാർലമെന്റിനകത്ത് ഇരുന്നിരുന്ന ഒരാൾക്ക് പോലും അത് ഒരു അപമാനിക്കുന്ന പ്രസംഗമാണ് എന്നുള്ളത് തോന്നിയിരുന്നതേയില്ല. 12 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് ഇട്ടതിന് ശേഷം ഇപ്പോൾ അഭിലാഷ് കുറച്ച് നേരത്തെ അവതരിപ്പിച്ച ആ ഒരു വാദം ഉണ്ടല്ലോ, അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പുണ്യം കിട്ടിയേനെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന 30 സെക്കൻഡിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അംബേദ്കർ എന്ന് പറയുന്നത് നിർത്തൂ, പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറയുന്നത്. അമിത്ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് 1947 മുതലോ അല്ലെങ്കിൽ അതിന് മുൻപോ ഇതുവരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അംബേദ്കറെ ചരിത്രത്തിൽ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്ത ഒരു കൂട്ടർ പെട്ടെന്ന് അംബേദ്കർ സ്നേഹവുമായിട്ട് വരുന്നു. അവർക്കിപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ പറയുന്നതിനേക്കാൾ, അതായത് ഈ അംബേദ്കർ എന്ന് പറയുന്നതിനേക്കാൾ ഇത് അവരെ പരിഹസിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവിടെ ഈ 30 സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്തുകൊണ്ടിട്ടതിന് ശേഷം അംബേദ്കറുടെ പേരിലേക്ക് ഒരു അനാവശ്യ വിവാദം കുത്തിത്തിരിക്കാൻ നോക്കിയിട്ടുള്ള ഈ പറയുന്ന INDI മുന്നണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറെ ഇപ്പോൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ മാപ്പ് പറയണം. അതിനു വേണ്ടിയിട്ടാണ് BJP NDA പാർലമെന്റിൽ പ്രതിഷേധം നടത്തുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയയോട് ഞാനൊരു പ്രതിഷേധം അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ് മീറ്റ് ലൈവ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റ് ലൈവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെ നടത്തിയ BJPയുടെ നേതാക്കളുടെ പ്രസ് മീറ്റ്, ഇന്നലെ അമിത്ഷാ നടത്തിയ പ്രസ് മീറ്റ്, ഇതൊന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ലൈവ് കൊടുക്കണ്ട. അതുമാത്രവുമല്ല, ഇന്ന് രാഹുൽ ഗാന്ധി വളരെ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പിടിച്ച് തള്ളി. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് പുഷ്കർനെ കുച്ച് നഹീ ഹോ ജായേഗാ, പിടിച്ച് തള്ളുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാണ് പാർലമെന്റിനകത്ത് താൻ കയ്യാങ്കളിയിലേക്ക് പോകുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ പോലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിവാദവും കാണണ്ട, യാതൊരു വിധത്തിലുള്ള കുഴപ്പവും കാണണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലെ കേരള നിയമസഭയിലെ വി ശിവൻകുട്ടിയുടെ നിലവാരത്തിലേക്ക് പോകുന്നതിനകത്ത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല. പകരം അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു ബഹുനീളത്തിലുള്ളൊരു പ്രസംഗത്തിനെ ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
ഉണ്ടാക്കിയിരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു നറേറ്റീവിന്റെ പുറകിൽ പോകുവാനാണ് fake നിങ്ങൾക്ക് അല്ല. താല്പര്യം. ആ വിഷയം വിശദമായി ചർച്ച ചെയ്യാം. അല്ലല്ല, ഞാനത് പറഞ്ഞോട്ടെ. ഇനി ഇവർ ഇത്രയും പറഞ്ഞതിന് എനിക്ക് മറുപടി പറയണ്ടേ? പിന്നെ ഒന്ന്, ശ്രീ റഹീം പറയുന്നത് മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലാണ് സംവാദം എന്നാണ് പറയുന്നത്. ശ്രീ സണ്ണി എം കബിക്കാടും പറയുന്നുണ്ട് മനുസ്മൃതിയും എന്താണ് ഇന്ത്യൻ ഭരണഘടനയും. സാറന്മാരെ, എനിക്ക് പറയാനുള്ള മനുസ്മൃതിയല്ല, മൈനോസ്മൃതിയും. അന്റോണിയോ മൈനോ ഉണ്ടല്ലോ, ആ മൈനോസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് മനുസ്മൃതി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മനുസ്മൃതി കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും തന്നെ മനുസ്മൃതി കണ്ടിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു കൃതി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ഓർക്കുന്നത്. പുതിയ ജനറേഷൻ ആയതുകൊണ്ടാണ് യുവരാജ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറങ്ങിയ ഓർഗനൈസറിന്റെ 2 ലക്കങ്ങളും മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയായി വരേണ്ടത്. ഇതല്ല, കൊളോണിയൽ നീക്കിയിരിപ്പാണ്. മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയാകണം ആവശ്യപ്പെട്ടത് RSS ആണ്. അഭിലാഷ്, ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു വീക്കിലിയാണ്. ആ വീക്കിലിയിൽ പല തരത്തിലുള്ള ലേഖനങ്ങൾ പലരുടേതായിട്ട് അച്ചടിച്ചു വരും. ഇതൊന്നും ഓൺ ചെയ്യുന്നത് RSS എന്ന് പറയുന്ന സംഘടനയാവട്ടെ, ജനസംഘം BJP ആവട്ടെ, ഒരിടത്ത് പോലും പറയുകയോ അതിനെ എൻഡോഴ്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോവുകയോ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ ലേഖനങ്ങൾ എഴുതും. ഏത് ലേഖനങ്ങളായിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണന് ദൈവത്വം കൽപ്പിക്കണ്ട എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നാൽ അത് കേസരിയിൽ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തു വരും എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഘടനയുടെ നിലപാടാവോ? ആൾക്കാർക്ക് പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്നേ. ഇത് ഈ പറയുന്ന ആർട്ടിക്കിളുകൾ പ്രസിദ്ധീകരിച്ചു വരുന്നത് സംഘടനയുടെ ഔദ്യോഗിക നിലപാട് എങ്ങനെയാണ്? അത് അന്നും പ്രസിദ്ധീകരിക്കപ്പെടും, ഇന്നും പ്രസിദ്ധീകരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, ബാബാ സാഹേബ് അംബേദ്കർ ഹിന്ദു മതത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചിരിക്കുന്ന അംബേദ്കറിനെ തന്നെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ വലിയ പരിശ്രമം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, അംബേദ്കർ ഹിന്ദു മതത്തിനെ വിമർശിച്ചു എന്ന് പറഞ്ഞു. അംബേദ്കറിന് കമ്മ്യൂണിസത്തോടുള്ള നിലപാട് എന്തായിരുന്നു? ഒന്ന് പറഞ്ഞുതരാം. അംബേദ്കറിന് കമ്മ്യൂണിസത്തോടുള്ള നിലപാട് എന്തായിരുന്നു? അംബേദ്കർ ഖുറാനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അംബേദ്കറിന്റെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഇസ്ലാമിനെയും ഖുറാനെയും വിമർശിച്ചിരിക്കുന്നത് ഏതൊക്കെ തലത്തിലാണ് എന്ന് ശ്രീ സണ്ണി എം കബിക്കാടിനൊന്ന് പറയാമോ? അംബേദ്കർ എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ടെന്നേ. അംബേദ്കർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി സ്വപ്നം കണ്ട ഒരാളാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് എല്ലാത്തിനെയും വിമർശിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് അദ്ദേഹം വൺ സൈഡ് വിമർശനം നടത്തിയിരുന്ന നിങ്ങളെ പോലുള്ള സെലക്റ്റീവ് ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ്. അംബേദ്കറുടെ കോലം മാത്രമാണോ കത്തിച്ചത്? സ്വാഭാവികമായിട്ടും ഒരു നയത്തിൽ എതിരഭിപ്രായം ഉണ്ടാകുമ്പോൾ അന്നത്തെ നിയമമന്ത്രിയുടെയും അന്നത്തെ പ്രധാനമന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള കോലം കത്തിച്ചിട്ടുണ്ട്. ഈ കോലം കത്തിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രതിഷേധമാണ്. ഹിന്ദു കോഡ് പാർലമെന്റിൽ വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ. ശ്രീ രാജു പി നായർ ഇപ്പോ BJP വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഇത് കോൺഗ്രസിന്റെ ടാക്ടിക്സ് ആണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി ശിവൻകുട്ടി മോഡൽ പാർലമെന്റിന് മുൻപിൽ നടത്തിയെന്നാണ് ആക്ഷേപം. അല്ല, ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്ത് ഇന്ന് ഭരണഘടനയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ആ ഭരണഘടനാ ചർച്ചയിൽ ഭരണഘടനയുടെ ഏറ്റവും വലിയ സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ പോലും BR അംബേദ്കർ എന്നുള്ള ഒരു വ്യക്തിയുടെ മാത്രമല്ല, ആ ഭരണഘടനയുടെ സ്പിരിറ്റിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിനും തള്ളിക്കളയുന്നതിനും വേണ്ടി അമിത്ഷാ നടത്തിയ ഒരു ശ്രമമാണ്. അദ്ദേഹം പറഞ്ഞത് അംബേദ്കർ എന്ന് വിളിക്കുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഗുണം ഉണ്ടാവുന്നുള്ള. ഈ ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞത് വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളതെന്നുള്ളതെങ്കിലും സാമാന്യ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തിന് നാവുമോ? ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന ആരംഭിക്കണമെന്ന് പറഞ്ഞതല്ലേ? അത് എഴുതി അതിനെ തള്ളിക്കളഞ്ഞാര ഈ BR അംബേദ്കർ മുതൽ ഉൾപ്പെടെയുള്ളവരല്ലേ? അങ്ങനെ ഒരു ദൈവത്തിൻ്റെയും പേര് വേണ്ട, എല്ലാ ദൈവങ്ങൾക്കും അപ്പുറം ഈ ഭരണഘടന നവഭാരതത്തിൻ്റെ ഡോക്യുമെൻ്റായിട്ട്, ബൈബിളായിട്ട്, ഖുറാനായിട്ട്, ഗീതയായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിശുദ്ധ പുസ്തകമായി മാറിയത് എങ്ങനെയാണെന്നുള്ള കൃത്യമായി എന്തെങ്കിലും ചരിത്രബോധമുണ്ടോ? യുവരാജ് എന്തായാലും ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു, മനുസ്മൃതി ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയും. യുവരാജ് നല്ലതാണ്, സ്വന്തം ചരിത്രം പഠിക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ BJPക്കാർക്ക് ഏറ്റവും നല്ലത്. ആ സ്വന്തം ചരിത്രം BJPക്കാർ പഠിച്ചാൽ ഒന്നുകിൽ ആത്മാഭിമാനമില്ലാത്തവരായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് തുടരേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അത് ചിലപ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കും. അതുകൊണ്ട് അങ്ങ് പഠിക്കാതിരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. മനസ്സിലായില്ലേ? എന്തായിരുന്നു ഈ ഇന്നത്തെ പ്രശ്നം? ക്രിമിനലുകളെ പോലെ
ഗുജറാത്തിൽ നിന്നുള്ള 2 ക്രിമിനലുകൾ, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, ഒരു സംശയവും വേണ്ട, ഞാൻ ബോധപൂർവം തന്നെയാണ് ആ വാക്ക് പറയുന്നത്. അവര് ഗുജറാത്തിൽ നടത്തിയ ക്രിമിനൽ വൽക്കരണത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നതല്ലേ? ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുകയല്ലേ? ഇന്ത്യയുടെ പാർലമെന്റിൽ BR അംബേദ്കറെ അപമാനിച്ച് ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? കൈ കെട്ടി നോക്കിക്കണോ? എന്തൊക്കെയാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതേ പറയുന്നത് BR അംബേദ്കറിനെ കോൺഗ്രസ് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. എങ്ങനെയാ രാജിവെക്കേണ്ട സാഹചര്യം BR അംബേദ്കറിനോട് കായത്? ഹിന്ദു കോഡ് ബില്ലിനെതിരായിട്ടുള്ള പ്രതിഷേധവും ഹിന്ദു കോഡ് പാസ്സാക്കാൻ കഴിയാതെ പോയതും കൊണ്ടാണ് രാജിവെച്ചത്. ആരായിരുന്നു അഭിലാഷ് ചരിത്രത്തിൽ ഈ ഹിന്ദു കോഡിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്? ശ്യാം പ്രസാദ് മുഖർജി അല്ലേ? ബഹുമാനപ്പെട്ട യുവരാജ്, നിങ്ങൾ കുറച്ച് ഇതൊക്കെ ഒന്ന് നോക്ക്. അംബേദ്കർ രാജിവെക്കാൻ കാരണമായ പട്ടേലിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു പറയാമോ? അല്ല, രാജുബിൻ ആരെ പട്ടേലിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു പറയാമോ? പട്ടേലിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു പറയാമോ ഹിന്ദു കോഡ് ബില്ലില്? രാജേന്ദ്ര അല്ലല്ല, ഞാൻ ചോദിച്ചാണ്, താങ്കൾ എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ് രാജേന്ദ്ര പ്രസാദിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്നറിയോ? അല്ല, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങ് പറഞ്ഞതിന് മറുപടി ഒരുപാടുണ്ട്. റെസിഗ്നേഷനിലേക്ക് ഞാൻ വരാം. ചരിത്രത്തിന്റെ നിഷേധം അഭിലാഷേ, മറ്റൊരു നിഷേധം നോക്കൂ. ചരിത്രത്തിന്റെ മറ്റൊരു നിഷേധം നോക്കൂ. വിഷയം നോക്കൂ. അംബേദ്കർ രാജിവെച്ചതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കും ഇതിലേക്കും വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാ അംബേദ്കർ വന്നത്? ബംഗാളിന്റെ ഇതിനു ശേഷം ബംഗാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഇത് പോയപ്പോ അവിടെ മത്സരിച്ചതിന്റെ കോൺഗ്രസിന്റെ പിന്തുണയാണ്. അവിടെ അദ്ദേഹത്തിന്റെ സീറ്റ് പോയപ്പോ ബോംബെയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ? അല്ലെ? ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഏറ്റവും കടുത്ത വിമർശകനായ അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിയത് കോൺഗ്രസ് അല്ലേ? ഈ ചരിത്രമൊക്കെ നിഷേധിക്കാൻ കഴിയുമോ? ഈ ചരിത്രമൊക്കെ നിഷേധിച്ചിട്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുൾപ്പെടെ പുസ്തകം എഴുതിയ ഉൾപ്പെടെ തീവ്ര ഹിന്ദുത്വ ആശയത്തിനെതിരെ ജീവിതം മുഴുവൻ സമരം നയിച്ച അംബേദ്കറെ RSSകാരനാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോ, ഇല്ലേ? അത്തരത്തിലുള്ള ചരിത്ര നിഷേധമൊക്കെ ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഏറ്റവും വലിയ ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വത്തിനെതിരെ പോരാടിയ ആളാണ്. ശരി, മനുസ്മൃതി ആക്രമണം എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ യുവരാജ് ഗോകുൽ? നിങ്ങളുടെ ഐഡിയോളജിക്കൽ പിതാവായിട്ടുള്ള നിങ്ങളുടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ളത് ഇന്ത്യയിലേക്ക് സമ്മാനിച്ച VD സവർക്കറാണ് പറഞ്ഞത്. ഈ ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല, ഇന്ത്യക്ക് വേണ്ടത് മനുസ്മൃതിയാണ് ഭരണഘടന വേണ്ടതെന്ന് പറഞ്ഞത് നിങ്ങളുടെ ആശയത്തിന്റെ പിതാവ് VD സവർക്കറാണ്. ചരിത്രം പോയി പഠിക്ക്. അപ്പോ എന്നൊക്കെ ഈ അംബേദ്കറെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ RSS ഇന്നെടുക്കുന്ന നിലപാടുകൾ മുഴുവൻ, BJP എടുക്കുന്ന നിലപാട് മുഴുവൻ ചരിത്രത്തിൽ അംബേദ്കറോട് എടുത്ത ഏറ്റവും നിഷേധാത്മക സമീപനത്തിന്. ചരിത്രം നമുക്ക് റീവിസിറ്റ് ചെയ്യാം. വർത്തമാനവും പ്രധാനമാണ്. എന്തുകൊണ്ട് ഇത് എന്നുള്ള ചോദ്യം സണ്ണി എം കബിക്കാട് ഇപ്പോൾ അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, അംബേദ്കറെ ബഹുമാനിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നതായി അവകാശപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഇതര പാർട്ടികളാകട്ടെ അവർ അംബേദ്കറെ പരസ്യമായി തള്ളിപ്പറയുകയോ അംബേദ്കറെ നിരാകരിക്കുകയോ ചെയ്യില്ല ഇന്നത്തെ പൊളിറ്റിക്കൽ കോണ്ടെക്സിൽ. അപ്പോൾ അമിത്ഷാ ഈ കാര്യം പറഞ്ഞത് നമ്മൾ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയില്ല, അറിയാണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഒരു ഹീറ്റഡ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ മറുപടി പ്രസംഗം നടത്തുന്ന അമിത്ഷാ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാണ്ടങ്ങ് പറഞ്ഞു പോയതാണ് ഉള്ളിലിരിപ്പ് എന്ന് തോന്നുന്നുണ്ടോ? അതറിയാതെ വരുന്ന കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും മനസ്സിലടിഞ്ഞുകൂടിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണല്ലോ അറിയാതെയും കാര്യങ്ങൾ പുറത്ത് ചാടുന്നത്. 2 കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഡോക്ടർ BR അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹം, അത് അന്നത്തെ ജനസംഘമാകട്ടെ, അന്നത്തെ RSS ആവട്ടെ, അന്നത്തെ കോൺഗ്രസ് ആവട്ടെ, അന്നത്തെ ഇടതുപക്ഷമാവട്ടെ, ഇവരെല്ലാവരും വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ പറയുകയുണ്ടായി കോൺഗ്രസ് ആണ് ഡോക്ടർ BR അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് യഥാർത്ഥത്തിൽ ജയിപ്പിക്കുകയല്ല, തോൽപ്പിച്ചതാണ് കോൺഗ്രസ്. അതിൽ നിന്നും ബംഗാളിൽ പോയി നിന്ന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നത്. മാത്രവുമല്ല, ലേഡി മൗണ്ട് ബാറ്റൺ ഡോക്ടർ BR അംബേദ്കർക്ക് എഴുതിയൊരു കത്തുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചു നോക്കണം, കോൺഗ്രസ്സുകാർ പ്രത്യേകം അത് വായിക്കണം. അതിൽ പറയുന്നത് ഐറിഷ് ഭരണഘടനാ വിദഗ്ധയായിട്ടുള്ള വലേര എന്ന് പറയുന്ന ആളിൻ്റെ ശുപാർശ പ്രകാരമാണ് അദ്ദേഹത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയതെന്ന് ലേഡി മൗണ്ട് ബാറ്റൺ ഡോക്ടർ BR അംബേദ്കർക്ക് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ദാനം ചെയ്തതാണ് എന്നൊന്നും ആരും അങ്ങനെ അവകാശപ്പെടേണ്ടതില്ല.
കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഞാനതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഓർഗനൈസറിൽ വന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആദർശവൽക്കരിക്കുന്ന എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ഇന്ത്യ രാഷ്ട്രത്തിന് ജനാധിപത്യപരമായി ജീവിക്കുവാനുള്ള മാർഗരേഖയായിട്ടുള്ള ഭരണഘടന തയ്യാറാക്കിയത് ഡോക്ടർ BR അംബേദ്കറാണ്. അതിൽ ഇന്ത്യൻ പാരമ്പര്യമില്ലെന്നും 1950 കടക്കാനായിട്ട് ഭരണഘടനയ്ക്ക് കഴിയില്ലെന്നാണ് അന്നത്തെ ഹിന്ദുത്വ ശക്തികൾ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ 75 വർഷം പിന്നിട്ടിരിക്കുന്നത്. അന്ന് ഡോക്ടർ BR അംബേദ്കർ ചോദിച്ചു, ഇന്ത്യയുടെ പൈതൃകത്തിൽ ആധുനിക ജനാധിപത്യത്തിന് ആവശ്യമായ എന്താശയമാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഹിന്ദു കോഡ് ബില്ലിന് എതിരെ രംഗത്ത് വന്ന ശ്യാമപ്രസാദ് മുഖർജി മാത്രമല്ല, സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ളവർ അതിനെതിരെ രംഗത്ത് വന്നതാണ്. ആ ബില്ല് പരാജയപ്പെടുമ്പോൾ നെഹ്റുവിനെ ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ചരിത്രം പഠിക്കാഞ്ഞിട്ടല്ല, ഈ കോണ്ടക്റ്റിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഡോക്ടർ BR അംബേദ്കർ അപമാനിച്ചതിന് രംഗത്ത് വന്നതിനെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ അംബേദ്കറെ ആദ്യകാലം മുതലേ അംഗീകരിച്ച് ആദരിച്ച് കൊണ്ടു നടന്നത് കൊണ്ടൊന്നുമല്ല. അന്നങ്ങനെ ചെയ്തിട്ടില്ല. ആ തെറ്റ് തിരുത്തണം. BJPക്ക് സംഘപരിവാറിന് തിരുത്താൻ പറ്റില്ല. കാരണം എന്തെന്നാൽ അംബേദ്കർ എന്തിനെയാണോ തള്ളിക്കളയാൻ ശ്രമിച്ചത് അതിനെ സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർ അംബേദ്കറെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ശുദ്ധ അസംബന്ധവും കാപട്യവുമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അംബേദ്കറെ മാത്രമല്ല, അവർ ഇന്ത്യൻ ഭരണഘടനയെയും നിരന്തരം ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അംബേദ്കറുടെ പൈതൃകം ഞങ്ങൾ ഏറ്റെടുത്തതാണ് എന്ന് അവകാശപ്പെടാൻ ആർക്കും അർഹതയില്ല എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് നിയമമന്ത്രിയുടെ കോലം കത്തിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ രാംലീല മൈതാനിയിൽ RSS ഓർഗനൈസ് ചെയ്ത സമ്മേളനത്തിലാണ് ഡോക്ടർ BR അംബേദ്കറുടെ കോലം കത്തിക്കുന്നത്, നിയമമന്ത്രിയുടെ കോലം കത്തിക്കുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ പറഞ്ഞ ഹിന്ദു കോഡ് ബില്ല് ഈ ഹിന്ദു സമൂഹത്തിനകത്ത് സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് ഹിന്ദു സമൂഹത്തെ തകർക്കാനാണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളാണ് അതിനെതിരെ രംഗത്ത് വന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ആ കാര്യത്തിൽ. ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ പാടില്ല എന്ന കാര്യത്തിൽ. ഇന്ന് കാലം മാറിയിരിക്കുന്നു, കോണ്ടക്സ്റ്റ് മാറിയിരിക്കുന്നു. അമിത്ഷായും മോഡിയും അവരുടെ ഭരണവും ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി വേണം നമ്മളിതിനെ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ഒരു നിരുപാധികം പിൻവലിക്കണം. പ്രധാനമന്ത്രി പറയണം, എൻ്റെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുവാനുള്ള ആർജവം മോഡി കാണിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരത്തെയാണ് നിങ്ങൾ വ്രണപ്പെടുത്തിയിരിക്കുന്നത്, മുറിപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമല്ല, മതത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ വികാരമുള്ളത്. ഞങ്ങൾ ഇന്ത്യയിൽ പൗരന്മാരായി ജീവിക്കുന്നതിൻ്റെ കാരണം ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം BJPക്കാർ മറന്നു പോകണ്ട. നിങ്ങൾ മനുസ്മൃതി കണ്ടിട്ടില്ലാത്തത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല. അത് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ ഇത് മനുസ്മൃതിയുടെ തത്വങ്ങളെ ഇന്ത്യൻ സമൂഹത്തിൽ സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് മറുപടി പറയേണ്ടി വരും. ചർച്ചയിലേക്ക് വീണ്ടും റഹീം, അമിത്ഷായുടെ രാജി തന്നെയാണ് ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവിധാൻ ഖത്രേ മേം ഹേ എന്ന മുദ്രാവാക്യമാണ് വലിയ തോതിൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ദലിത് സമൂഹങ്ങൾക്കിടയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും അപ്രതീക്ഷിതമായൊരു ടേൺ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പലയിടത്തും കാര്യങ്ങൾ വരികയും ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ ആശയും അഭിലാഷവും ആവിഷ്കാരവും ഒക്കെയാണ് അംബേദ്കർ എന്നിരിക്കെ ഇത് ഒരു വലിയ വൈകാരിക വിഷയമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. ഏത് എക്സ്റ്റെൻഡ് വരെ, ഇപ്പോൾ രാജി എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഏത് എക്സ്റ്റെൻഡ് വരെ ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും? അല്ല, തീർച്ചയായിട്ടും അങ്ങേയറ്റം മുൻപോട്ട് പോകും. ഒരു കാര്യം അഭിലാഷ് ശ്രദ്ധിച്ചു എന്നറിയില്ല, ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ ബ്ലോക്കിൽ അനൈക്യമാണ് എന്ന വാർത്തയാണ് പരന്നിരുന്നത്. അതിന് ഉപോത്ബലകമായ ചില സംഭവവികാസങ്ങളും ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർലമെൻറ്റിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ BJPയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ
പ്രതിപക്ഷ അനൈക്യത്തെ ഇല്ലാതാക്കി, കൂടുതൽ ഐക്യമുണ്ടാക്കി. രണ്ട് കാര്യങ്ങളിൽ. ഇപ്പോൾ രാജ്യസഭയിൽ ഉപാധ്യക്ഷനെതിരായിട്ടുള്ള നോ കോൺഫിഡൻസ് മോഷൻ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്ന എല്ലാവരും അക്കാര്യത്തിൽ ഒന്നിച്ചു. ഇനി നമ്മുടെ അംബേദ്കറുടെ കാര്യം വന്നപ്പോൾ അമിത്ഷായുടെ പരാമർശം പിൻവലിക്കണം, അമിത്ഷാ രാജിവെക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യ ബ്ലോക്കിലെ മുഴുവൻ പേരും ഒന്നിച്ചു. മാത്രമല്ല YSRCP ഇന്ന് പ്രതിഷേധിക്കാൻ രാജ്യസഭയിലെല്ലാം ഞങ്ങളോടൊപ്പം നടുത്തളത്തിനടുത്ത് വരെ എത്തിയിട്ടുള്ളതാണ് YSRCP. അപ്പോൾ എല്ലാവരും, ആർക്കും യോജിക്കാനാകുന്നില്ല. BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു പോവാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി വളരെ രസകരമായി പറഞ്ഞു, ഈ മനുസ്മൃതി ഏതാണ്, ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ ഓർഗനൈസറിനെ അദ്ദേഹം ഡിസോൺ ചെയ്യുന്നത് കണ്ടു, സവർക്കറിനെ അദ്ദേഹം ഡിസോൺ ചെയ്യില്ല എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഓർഗനൈസറിൽ പലരും ലേഖനം എഴുതും, സവർക്കർ മനുസ്മൃതിയിലെ സ്ത്രീകൾ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. അത് പുസ്തകമാണ്, പുസ്തകത്തിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പുതിയ ഭരണഘടന, ഞാൻ കോട്ട് ചെയ്യാണത്, ഇന്ത്യയുടെ പുതിയ ഭരണഘടനയിൽ ഏറ്റവും മോശമായത് അതിൽ ഭാരതീയമായി ഒന്നുമില്ല എന്നതാണ്. നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിന് വേദങ്ങൾക്കു ശേഷം ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടേണ്ടതും പുരാതന കാലം മുതൽ നമ്മുടെ സംസ്കാരം, ആചാരങ്ങൾ, ചിന്തകൾ എന്നിവയുടെ അടിസ്ഥാനമായി മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി. നൂറ്റാണ്ടുകളായി ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയവും ദൈവികവുമായ മുന്നേറ്റത്തെ ക്രോഡീകരിച്ചു. ഇന്നും കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിലും ആചാരത്തിലും പിന്തുടരുന്ന നിയമങ്ങൾ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ന് മനുസ്മൃതി ഹിന്ദു നിയമമാണ്. VD സവർക്കർ മനുസ്മൃതിയിലെ സ്ത്രീകൾ എന്ന പുസ്തകം, പുസ്തകം സവർക്കറിൻ്റെ സമ്പൂർണ്ണ രചനകളുടെ സമാഹാരമാണ്. വാല്യം 4.4, പ്രഭാത് ബുക്ക്, ഡൽഹി, പേജ് നമ്പർ 416. ഇത് ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്, ഓർഗനൈസറല്ല. ഓർഗനൈസറിന് തൊട്ട് താഴ്ത്തതുകൊണ്ട് ഞാൻ ഓർഗനൈസറിനെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് കരുതി ഞാനങ്ങ് ഒഴിവാക്കുന്നു. ഇനിയും എത്രയോ സന്ദർഭങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. ഇവിടെ പ്രശ്നം എന്താണ്? അംബേദ്കർ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്ക് ഇന്ത്യൻ ഭരണഘടനയെ ഒരു മതനിരപേക്ഷ ഭരണഘടനയാക്കി നിർമ്മിച്ചെടുക്കുന്നതിൽ നിർണായകമായ റോളുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അംബേദ്കർക്ക് പ്രധാനപ്പെട്ട റോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നു. തന്നെയുമല്ല, സർവോപരി അംബേദ്കർ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട പദവി വഹിക്കാൻ ഇടയായതു തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പോലും ദളിതരുടെ മുഖത്ത് തുപ്പുകയും ദളിതർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാതിരിക്കുകയും ദളിതരെ റോഡിലൂടെ നടത്താൻ, സൈക്കിളിൽ സഞ്ചരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ചൊവ്വയിലേക്ക് എത്തുമ്പോൾ പോലും ഇവിടെ ഇപ്പോൾ അതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ പശുവിനെ കടത്തിയതിൻ്റെ പേരിൽ, പശുവിനെ കൊന്നതിൻ്റെ പേരിലെല്ലാം തന്നെ ആളുകളെ കൊല്ലാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ദളിതർ ഇന്നും ആക്രമിക്കപ്പെടുന്ന ഈ നാട്ടിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ വേളയിൽ സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്ത് അംബേദ്കറെ പോലൊരാൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായി വരുന്നത് തന്നെ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമിത്ഷായുടെ നാവിലൂടെ പുറത്തു വന്നത് സംഘപരിവാറിൻ്റെ ഉള്ളിൽ അലയടിച്ചുയരുന്ന ദളിത് വിരുദ്ധതയാണ്. അവരുടെ, ഞാനീ പറഞ്ഞ മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്നത്, ഇപ്പോഴും മനുസ്മൃതിക്കപ്പുറമുള്ളൊരു ഭരണഘടനയെ RSS എപ്പോഴെങ്കിലും ഒരിക്കൽ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ മനുസ്മൃതിയാണ് അവരിപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മനുസ്മൃതി വേഴ്സസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒന്ന്, ഇത് ഞാനിപ്പോൾ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, കുറേ കാലമായി ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഉയരുന്ന മുദ്രാവാക്യം എന്താണ്? മനുവാദ് സേ ആസാദി എന്നാണ്. മനുവാദത്തിനെതിരായ സമരം ഇന്ത്യയിൽ ശക്തിപ്പെടുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സന്ദർഭത്തിൽ, നിയമനിർമ്മാണത്തിൻ്റെ സമയത്ത് ഈ മുദ്രാവാക്യം മുഴങ്ങി. ഇന്ത്യയുടെ കലാലയങ്ങളിൽ, തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യതാണ്. നേരത്തെ അങ്ങ് പറഞ്ഞ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ചതും തീർച്ചയായും അത് ഇവിടെ അടിച്ചമർത്തപ്പെട്ടവരും അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്നവരുമായ മനുഷ്യരുടെ ഒന്നിക്കണം എന്ന ഒരു സന്ദേശം ഇന്ത്യൻ മനസ്സുകളിലുണ്ട്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് മറുപടി പറയേണ്ടടുത്ത് അമിത്ഷായെ പറഞ്ഞു വിട്ടത്? അമിത്ഷാ ഇവിടെ ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ വായന അഭിലാഷ് കാണാതെ പോകുന്നുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവമായ രാഷ്ട്രീയ വായനയാണ്. പ്രധാനമന്ത്രി മറുപടി പറയേണ്ട ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിൽ അമിത്ഷായെ പറഞ്ഞയക്കുന്നു. ഈ ചർച്ചയിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നിരുന്നത് കേൾക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യസഭയിലേക്ക് കൂടി വന്നതില്ല. ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഉടനീളം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റിലെ സാന്നിധ്യം എത്രയാണ്? എന്നിട്ട് രാജ്യസഭയിലെ നിർണായകമായൊരു സന്ദർഭത്തിൽ എൻ്റെ പകരക്കാരൻ ഇതാ അമിത്ഷായാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്
നരേന്ദ്രമോദി തീർച്ചയായും നിരവധി വിഷയങ്ങൾ ബിജെപിക്കുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യോഗി ആദിത്യനാഥ് തീർച്ചയായും നിരവധി വിഷയങ്ങൾ തുടർച്ചയായി ഈ അംബേദ്കർ പരാമർശത്തിൽ ദേശീയ വിഷയങ്ങൾ അഭിപ്രായം പറയാണ്. ശരി, ഓക്കെ, അതിലേക്ക് സമയം പോലെ ഞാൻ വരാം. ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ശ്രീ യുവരാജ്, നേരത്തെ ശ്രീ സണ്ണിയം കബിക്കാരനോട് ഞാൻ ചോദിച്ചത് ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പാണോ എന്ന്. മനസ്സിലുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകില്ലേ, അതുപോലത്തെ ഒരു സന്ദർഭമാവാനുള്ള പല ഘടകങ്ങളുണ്ട്. കാരണം ബി ആർ അംബേദ്കർ ഐഡിയോളജിക്കലി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഹിന്ദു മതത്തെ തന്നെ ഉപേക്ഷിച്ച ആളാണ്. നേരത്തെ സണ്ണിയം കബിക്കാട് പറഞ്ഞതുപോലെ എന്തിനെയൊക്കെയാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെയൊക്കെ അങ്ങേയറ്റം വീറോടും വാശിയോടും കൂടി എതിർത്ത് വേറൊരു നറേറ്റീവ് ഉണ്ടാക്കി അതിനെ സ്ഥാപിച്ച ആളാണ് ബി ആർ അംബേദ്കർ. ചരിത്രം അന്വേഷിച്ചു പോയാൽ കുറെ അധികം കാര്യങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അംബേദ്കറോടുള്ള അനിമോസിറ്റി അറിയാതെ ഒരു നിമിഷം പുറത്തു വന്നു പോയതല്ലേ? അഭിലാഷ്, എനിക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി പറയാറുണ്ട്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കുകയാണ്. അംബേദ്കറോട് ഞങ്ങൾക്ക് എന്നും ആദരവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പൊളിറ്റിക്കലായിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും, വർത്തമാനത്തിലുണ്ടാവും, സ്വാഭാവികമാണ്. അംബേദ്കറുടെ പഞ്ചതീർത്ഥങ്ങൾ എന്നറിയപ്പെടുന്ന 5 വിശുദ്ധമായ സ്ഥലങ്ങളെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അതിനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ആദരവ് കൊടുക്കുവാനും വേണ്ടിയിട്ട് BJP സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് ഞങ്ങൾക്ക് അംബേദ്കറോടുള്ള സമീപനം എന്താണെന്നുള്ളത് അതിനകത്തുണ്ട്. ഒരു പ്രസംഗത്തിലെ 30 സെക്കൻഡിനകത്തല്ല അംബേദ്കറോട് BJPക്കോ സംഘപരിവാറിനോ ഉള്ള സമീപനം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അംബേദ്കറൈറ്റുകളോട് ചെയ്യുന്നത് എന്താണ്? ഭീമ കൊറേഗാവ് കേസിന്റെ പേരിൽ എത്ര പേരാണ് ഇപ്പോഴും അകത്ത് നടക്കുന്നത്? ഭീമ കൊറേഗാവിന്റെ വാർഷികം ആദ്യമായി ആചരിച്ചതും ഇന്ത്യയിലെ ദളിതർ എല്ലാ വർഷവും ഇത് ആചരിക്കണം എന്ന് പ്രഖ്യാപിച്ചതും അംബേദ്കറാണ്. ആ ഒരു ഭീമ കൊറേഗാവ് ആഘോഷത്തിന്റെ ആചരണത്തിന്റെ പേരിൽ എത്ര പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്? ഇപ്പോഴും തിഹാർ ജയിലിൽ കിടക്കുന്നില്ലേ? അവിടെ ആഘോഷം അല്ല, അത് മറ്റൊരു വിഷയമാണ് അഭിലാഷെ. അംബേദ്കർ റൈറ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെല്ലാവരും അംബേദ്കർ റൈറ്റുകൾ തന്നെ ആകണമെന്നില്ല. അതിനകത്തേക്ക് പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇത്രയും പേർക്ക് മറുപടി പറയാനില്ല ഈ പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നൊന്നായിട്ടൊന്ന് വന്നോട്ടെ. അങ്ങ് അവിടെ നമ്മുടെ റഹീം പറയുന്നുണ്ടായിരുന്നു അംബേദ്കർ ഹിന്ദുത്വത്തിനെ വിമർശിച്ചു, ഹിന്ദു മതത്തിനെ വിമർശിച്ചു, ഞങ്ങളുടെ എന്താണ് പിറവി സംബന്ധിക്കുന്ന ആ സാധനത്തിനെ വിമർശിച്ചു എന്നുള്ള. വിമർശിക്കട്ടെ റഹീമെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. അദ്ദേഹം വിമർശിച്ചോട്ടെ എന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങ് ഇവിടെ സവർക്കറെ കോട്ട് ചെയ്തിട്ട് സവർക്കർ അങ്ങനെ പറഞ്ഞു. സവർക്കറുടെ പിതൃത്വം ഞങ്ങളെന്തിനാന്ന് ഏറ്റെടുക്കുന്നത്? സവർക്കർ സംഘപരിവാറുകാരനായിരുന്നോ? സവർക്കർ ജനസംഘക്കാരനായിരുന്നോ? താങ്കൾ അമിത്ഷായുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഡൽഹിയില്? അല്ല, ഞാനൊരു അഭിലാഷേ പ്രസംഗിച്ചത് അമിത്ഷായാണല്ലോ. അഭിലാഷേ, അമിത്ഷായുടെ വീട്ടിൽ ചിത്രമുണ്ട്. അമിത്ഷായുടെ വീട്ടിൽ അംബേദ്കറുടെ ചിത്രവും ഉണ്ടാവും, അമിത്ഷായുടെ വീട്ടിൽ ഗാന്ധിജിയുടെ ചിത്രവും ഉണ്ടാവും. യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും മേഖലകൾ ഉണ്ടാവും. സവർക്കറുമായി യോജിക്കുന്ന മേഖലകളുണ്ട്, സവർക്കറുമായി വിയോജിക്കുന്ന മേഖലകളുണ്ട്. ഇത്രയും വലിയൊരു രാഷ്ട്രത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പരാമർശം നടത്തിയ അമിത്ഷാ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ ആര് ചെന്നാലും കാണാവുന്ന വിധത്തിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ ഈ സവർക്കറുടേതാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. രാജു പി നേരെ അവിടെ നിൽക്കും. താങ്കൾ പറഞ്ഞ 1-2 സാധനങ്ങൾക്ക് ഞാൻ മറുപടി ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. വെയിറ്റ്. അതൊന്നും അല്ല. RSS ഞാനൊരു കാര്യം പറഞ്ഞു. ഞങ്ങള് ശാഖയിൽ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഗുരുസങ്കല്പമുണ്ട്. ആ ഗുരുസങ്കല്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭഗവദ്ധ്വജത്തിനെയാണ് ഗുരുസങ്കല്പമായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം വ്യക്തികളിൽ നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഗുരുവായി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മോശം വശങ്ങളെയും നമ്മൾ അനുകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഗുരുസങ്കല്പത്തിലേക്ക് എന്നെ പോയിരിക്കുന്നത്. സവർക്കർക്ക് മോശം വശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഈ പറയുന്ന ഏതൊരു വ്യക്തി എടുത്തിരുന്നാലും ശരി തന്നെയാണ് ആ വ്യക്തിയിൽ നല്ലതും മോശവുമായ വശങ്ങളുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുന്നുള്ളൂ. റഹീമെ നിൽക്കൂ, ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ സവർക്കർ, താങ്കൾ ഇവിടെ വളരെ ആവർത്തിച്ച് പറഞ്ഞായിരുന്നു മനുസ്മൃതിക്കെതിരായിട്ട് INDI മുന്നണിയുടെ പ്രതിഷേധമാണ്. INDI മുന്നണി എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മുന്നണിക്കകത്തിരിക്കുന്ന ഒരു കക്ഷി തന്നെയാണ് ശിവസേന. ആ ശിവസേനയാണ് സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഉദ്ധവ് താക്കറെയാണ്. താങ്കളുടെ മുന്നണിയിൽ താങ്കൾക്കൊപ്പം കസേരയിട്ടിരിക്കുന്ന ഒരു ഘടകകക്ഷിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താങ്കൾ ആദ്യം പോയി
ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. പിന്നെ അംബേദ്കർ താങ്കൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലോ, അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഭരണഘടനയ്ക്കെതിരെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ്. കാരണം അവർക്ക് ഇവിടെ ഏകാധിപത്യ രാജ്യം സ്ഥാപിക്കാൻ പറ്റാത്തതിന്റെ ചുരുക്കാണ് അവർ തീർക്കുന്നതെന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പെരിയാർ EV രാമസ്വാമി നായ്ക്കറെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കായിട്ട് കത്തിച്ച ആളാണ് പെരിയാർ. ആ പെരിയാറിനെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇവിടെ നിന്ന് കേരളത്തിന്റെ മനസാക്ഷി, ദക്ഷിണേന്ത്യയുടെ മനസാക്ഷി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയത്. അപ്പോൾ അത് അംബേദ്കറോടുള്ള അവഹേളനം അല്ലേ സാറേ? നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടെത്തിയിട്ട് വരൂ, അതിനുശേഷം നമുക്ക് മറ്റതിലേക്ക് വരാം. ഇനി ഈ ശ്രീ രാജു പി നായർ ഇവിടെ അമിത്ഷായെയും നരേന്ദ്രമോദിജിയെയും ക്രിമിനലുകളെന്ന് വിളിച്ചു. സാധാരണഗതിയിൽ ചർച്ചയിൽ ഇത് തിരുത്തണം, മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാകലാണ് പതിവ്. എൻ്റെ ഒരു ശൈലി അങ്ങനെയല്ല. അമിത്ഷായും മോദിയും ക്രിമിനലുകളാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോമാളികളാണ്. ആ കോമാളിത്തരം പാർലമെന്റിനകത്ത് വന്നിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. ആ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ തിരിച്ചിങ്ങോട്ട് ഗുണ്ടായുസവുമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയും പ്രതിഷേധമുണ്ടാകും. ഇത് താങ്കളോട് ഒന്ന് പറയുന്നു. രണ്ട്, താങ്കൾ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചതെന്ന്. അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത്. നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് ചർച്ച കൊണ്ടുപോകാമോ? അംബേദ്കർ റിസൈൻ ചെയ്തതിന് കാരണമായിട്ട് 5 കാരണങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ലോ മിനിസ്ട്രി ആണെന്ന്. ഞാനല്ല പറഞ്ഞത്, അദ്ദേഹമാണ് പറഞ്ഞത്. ഒഴിഞ്ഞ സോപ്പ് പെട്ടി എന്നാണ് ലോ മിനിസ്ട്രിയെ കുറിച്ചിട്ട് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, അംബേദ്കർ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളിൽ ഒന്നിലും തന്നെ എന്നെ ഉൾപ്പെടുത്തുന്നില്ല. നെഹ്റുവിനോട് പലതവണ ഞാൻ പറഞ്ഞു എന്നെ ഏതിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന്, ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്ത് മാത്രമാണ് എന്നെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ തയ്യാറായത്. നെഹ്റു തിരിച്ചു വന്നപ്പോൾ ആദ്യം ചെയ്ത് തന്നെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ്. അദ്ദേഹം പറയുന്നതാണ് ഈ നെഹ്റു ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഭരിക്കുന്നത്? ഞാൻ ചോദിച്ചതല്ല, അംബേദ്കർ ചോദിച്ചതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റുകളെ OBC-കളെയും പരിപൂർണമായിട്ടും അവഗണിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്മാനെ, സോ കോൾഡ് സ്റ്റേറ്റ്സ്മാനെ തുറന്നു കാണിക്കുന്നതാണ്. അതായത് അമ്പേ പരാജയമാണ് അദ്ദേഹത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഒരു ഒറ്റ സുഹൃത്ത് പോലും ബാക്കിയില്ല. ആ രീതിയിലേക്ക് നെഹ്റുവിന്റെ ഡിപ്ലോമസി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. നാലാമത്തത് അദ്ദേഹത്തിന് വിവിധ കമ്മിറ്റികളുമായിട്ടുള്ള എതിരഭിപ്രായം. അഞ്ചാമത് മാത്രമാണ് അദ്ദേഹം ഹിന്ദു കോഡ് ബില്ലിലേക്ക് വരുന്നത്. ശരിയാണ്, ഹിന്ദു കോഡ് ബില്ലിൽ നമുക്ക് എതിരഭിപ്രായങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇന്നാണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതെങ്കിൽ എതിരഭിപ്രായമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട യൂണിഫോം സിവിൽ കോഡാണ്, ഹിന്ദു കോഡ് ബില്ലല്ല. അതെന്താ ഹിന്ദുക്കൾക്ക് മാത്രം സിവിൽ റൈറ്റ് അല്ലെങ്കിൽ സിവിൽ റൂൾസ്? ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് എന്തിനാ? ഇന്ത്യയിൽ പരിപൂർണമായിട്ട് വേണ്ട യൂണിഫോം സിവിൽ കോഡ്. ഇവിടെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുമ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം. ഒപ്പം ക്രിസ്ത്യൻ സ്ത്രീകൾക്കും പരിഗണന കൊടുക്കണമെന്നേ, മുസ്ലിം സ്ത്രീകൾക്കും പരിഗണന കൊടുക്കണമെന്നേ. നിങ്ങൾക്ക് എന്താ അതൊന്നും കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഒരു വശത്തേക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് പ്രതിഷേധം ഉയരും. അത് സ്വാഭാവികമാണ്. അത് ഇന്നാണെങ്കിലും ചിലപ്പോൾ ഉയർന്നു വരും. ഇത്തരത്തിലാണ് ആ നിയമം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ. ശരി, എന്തായാലും അടുത്തത് രാജു പി നായരുടെ അവസരമാണ്. ഞാൻ തടസ്സപ്പെടുത്താതെ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു പോവാം. ഒന്നിപ്പോൾ സവർക്കറെ താങ്കൾ നിരാകരിക്കുമ്പോൾ VD സവർക്കറുടെ ചിത്രം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്, LK അദ്വാനി ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ്. VD സവർക്കറുടെ പേര് പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന് ഇടുന്നത് ഇതേ സർക്കാരിന്റെ കാലത്താണ്. അമിത്ഷായുടെ വീട്ടിൽ ഇപ്പോൾ ചെന്നാലും നമുക്ക് VD സവർക്കറുടെ ചിത്രം കാണാം. അതുകൊണ്ട് സവർക്കറെ നിങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. ബാക്കി താങ്കൾ പറഞ്ഞത് താങ്കളുടെ രാഷ്ട്രീയം. ഇവിടെ ശ്രീ രാജു പി നായർ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായിരുന്നു BR അംബേദ്കർ എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. പക്ഷേ വർത്തമാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചരിത്രത്തെക്കാൾ ഇപ്പോഴത്തെ മൂർത്തമായ രാഷ്ട്രീയ സന്ദർഭത്തോടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് നീലയണിഞ്ഞ് രാഹുൽ ഗാന്ധി അടക്കം വരുന്നു. അംബേദ്കറുടെ ചിത്രങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും നമ്മൾ കാണുന്നു. ഒരു പുതിയ രാഷ്ട്രീയ ഉണർവിന്റെ സൂചന അതിൽ നിന്ന് കാണാം. ഇപ്പോൾ കോൺഗ്രസ് എത്രമാത്രം ഐഡിയോളജിക്കലി കമ്മിറ്റഡ് ആണ് അക്കാര്യത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു രാജ്യത്തിന് അറിയേണ്ടത് എന്ന്. അല്ല, കോൺഗ്രസിന്റെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ രാജ്യത്ത്, ഞാൻ അതിനു മുമ്പ് 2 കാര്യം ഒന്ന് പറഞ്ഞു വെക്കട്ടെ. അദ്ദേഹത്തിന്റെ കോമാളി പരാമർശം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വർഷങ്ങളായിട്ട് 10,000-കണക്കിന് കോടി രൂപ കൊടുത്തി അദ്ദേഹത്തെ കോമാളിയാവാൻ ചിത്രീകരിക്കുകയാണ്. ജനം സ്വയം വിലയിരുത്തുന്നുണ്ട്. ഹിന്ദുത്വ ദ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ള പുസ്തകം, അല്ലെങ്കിൽ ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദു എന്ന് പുസ്തകം എഴുതിയ സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ ആശയം എടുത്തു വെച്ച് ഈ രാജ്യത്ത് മുഴുവൻ കലാപം ഉണ്ടാക്കാനും
ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആള് ഈ സവർക്കറിനെ തള്ളിപ്പറയുന്ന സവർക്കർ ഞങ്ങളുടേതല്ല എന്ന് പറയുമ്പോൾ ആ കോമാളിത്തരം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഓർഗനൈസർ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങൾ വരുന്ന RSSന്റെ മൗത്ത് സ്പീച്ച് ആയിട്ടുള്ള ഓർഗനൈസർ ഞങ്ങളുടേതല്ല എന്ന് പറയുമ്പോൾ കോമാളികൾ ആരാണെന്നുള്ളത് ജനം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ചരിത്രം നിങ്ങളെ കോമാളികളായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൂ. ചില കോമാളികൾക്ക് ചില സമയത്ത് പ്രസക്തിയാവും. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ജയിച്ചു. നമ്മുടെ ഈ ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള എന്താ പറയുക സീരിയസ് പൊളിറ്റീഷ്യൻസ് അല്ലാത്തവര് വരുന്നത് നമ്മൾ കണ്ടില്ലേ. അതൊരു തീവ്ര വലത് രാഷ്ട്രീയത്തിന്റെ സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളായിട്ട് കരുതിയാൽ മതി. അത് മാറാൻ അധികം സമയമൊന്നും വേണ്ട. പിന്നെ ഞാൻ തിരുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ശ്രീ സണ്ണി കബിക്കാട് പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രം ആഡ് ഓൺ ചെയ്യുന്നു. അദ്ദേഹം ബംഗാളിൽ മത്സരിക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള ഖരെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ളത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചത് കോൺഗ്രസിന്റെ MLC ആയിരുന്ന ഗയാനാഥ് വിശ്വാസ് ആണെന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹം അത് നിഷേധിക്കരുത്. അത് മാത്രമല്ല, ബോംബെയിൽ വന്ന് മത്സരിക്കുമ്പോൾ മുകുന്ദ് രാമറാവ് ജയക്കർ 1947 ഒഴിവ് വന്ന സീറ്റിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിക്കുന്നതുള്ളതും ചരിത്ര വസ്തുതയാണ്. ഇത് അങ്ങ് പറഞ്ഞതിനോട് ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്, കാരണം ജനം മനസ്സിലാക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അംബേദ്കറിന്റെ ആശയങ്ങളെയെല്ലാം എതിർത്തിരുന്നില്ല കോൺഗ്രസ് എന്നുള്ളതും അർത്ഥമില്ല. അംബേദ്കർ കോൺഗ്രസിന്റെ ഏറ്റവും നിശിതമായ വിമർശകനായിരുന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അത് അവിടെ തന്നെ നിൽക്കട്ടെ. 52-ലും 54-ലും അംബേദ്കറെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിമാരാണ്. ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ അംബേദ്കറിനെ പരാജയപ്പെടുത്തുമ്പോൾ 52-ൽ അംബേദ്കറിനെ പരാജയപ്പെടുത്തുമ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ബാലാസാഹബ് അംബേദ്കർ SC/ST ഫെഡറേഷൻ ഉണ്ടാക്കി മത്സരിച്ചു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അത് അവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് നടന്നിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ചരിത്ര നിഷേധത്തിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങ് പറയുന്ന ഈ അംബേദ്കർ സിദ്ധാന്തങ്ങളോടുള്ള യോജിപ്പ്, അത് പലയിടത്തും അതിനകത്ത് ദളിത് റൈറ്റ്സ് ആണ്. അംബേദ്കർ സിദ്ധാന്തത്തിനപ്പുറം ദളിത് റൈറ്റ്സ് ആണ്. ആ ദളിത് റൈറ്റ്സ് എന്ന് പറയുന്ന ഒന്നിനോട് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം ഇന്ത്യയിലുണ്ടായ സംവരണമല്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സംവരണം ഉണ്ടാകേണ്ടി വന്നത് എന്നുള്ളത് ജവഹർലാൽ നെഹ്റു അല്ലേ ഏറ്റവും കൂടുതൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടേത് സമത്വമല്ല, മറിച്ച് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇക്വിറ്റിയാണ് ഈ രാജ്യത്തിന്റെ നീതി. സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും ഇക്വിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ അവരെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അവരെ ഉയർത്തിവിടണമെങ്കിൽ സംവരണമാണ് മാർഗം എന്നുള്ളത് പറഞ്ഞത് കോൺഗ്രസ് ആണ്, നടപ്പാക്കിയത് നെഹ്റുവാണ്. അത് കാലാകാലങ്ങളോട് നടപ്പാക്കിയിട്ടുണ്ട്. കാലാകാലങ്ങളോട് നടപ്പാക്കിയ സംവരണത്തിനെതിരെ നിന്നിട്ടുള്ളത് RSS ആണ്. RSS BJPയുമാണ് ആ സംവരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് 2024 തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ ഉന്നയിക്കപ്പെട്ട ഏക മുദ്രാവാക്യം ആ സാമ്പത്തിക നീതി ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് കാസ്റ്റ് സെൻസസ് നടത്തണം എന്നുള്ളതാണ്. ആ കാസ്റ്റ് സെൻസസ് നടത്തി ഇന്ത്യയിലെ ഈ ദളിത് വിഭാഗങ്ങൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ എത്ര പേരുണ്ട് എന്നും അറിഞ്ഞുകൊണ്ട് ഇന്ന് ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ സവർണ മേധാവിത്വം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു മേജർ ഷെയർ ഓഫ് റിസോഴ്സസ് ആ വിഭവങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങൾ കൂടി ലഭ്യമാക്കണം, അതിനുവേണ്ടി ജാതി സെൻസസ് നടത്തണം എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അത് കോൺഗ്രസ് ഈ രാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ, ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ ഇന്നുവരെ തുടർന്നു വന്നിട്ടുള്ള സാമ്പത്തിക നീതിയുടെ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതിനെ എന്നും എതിർത്തുന്നത് RSS ആണ്, BJP ആണ്. ഇന്നും സംവരണ വിരുദ്ധ മുദ്രാവാക്യം RSSന്റെ അജണ്ടയാണ്. അപ്പോ അവിടെ RSSന്റെ പിന്നാക്ക വിഭാഗങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും ഈ രാജ്യത്ത് അപ്രസക്തരാക്കാൻ, അദൃശ്യരാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന് ഘടകവിരുദ്ധമായിട്ട് പോരാട്ടത്തിന്റെ മുഖം തുറക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത് അംബേദ്കർ ആയിട്ട് രാഹുൽ ഗാന്ധിയാണ്. വർത്തമാനകാലത്ത് ശ്രീ രാജു പി നായർ പറയുന്നത് ശരിയാണ്. വർത്തമാനകാല രാഷ്ട്രീയ നിലപാടുകളിൽ കോൺഗ്രസ് ഈ പറയുന്നത് പോലെ ദലിത് ബഹുജൻ രാഷ്ട്രീയവും അംബേദ്കറൈറ്റ് പൊളിറ്റിക്സും ഒക്കെ സ്വാംശീകരിക്കുന്നുണ്ട്, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയവും സ്വാംശീകരിക്കുന്നുണ്ട്. എല്ലാ കാലത്തും പക്ഷേ അത് അങ്ങനെ ആയിരുന്നു എന്ന് പറയാനും കഴിയില്ല. പക്ഷേ ഭൂതകാലത്തെ നമുക്ക് വർത്തമാനകാലം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കി കളയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കിതിനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കാണാമെന്ന് തോന്നുന്നു.
ചർച്ചയിലേക്ക് വീണ്ടും. ഇനി അവസാനത്തെ 3 മിനിറ്റാണ്, 3 പേർക്കും ഓരോ മിനിറ്റ് വീതം. ശ്രീ റഹീം, ഇന്നിപ്പോ നീല ഷർട്ടും ഇട്ട് അയാം അംബേദ്കർ എന്ന് എഴുതിയ പ്ലക്കാർഡും പിടിച്ച് MP-മാർ നിൽക്കുന്ന കാഴ്ച വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ദൃശ്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമേതുമില്ല. എന്താണ് നാളത്തെ പ്ലാൻ? രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണ് BJP. ചുരുക്കത്തിൽ ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിനുള്ളിലും പുറത്തും ഞങ്ങൾ വീണ്ടും കൊണ്ടുവരും. ഇന്ത്യ ബ്ലോക്കിൻ്റെ സംയുക്തമായ പ്രസ്താവന അത് സംബന്ധിച്ച് വരും, തീരുമാനങ്ങൾ വരും. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിക്കാത്തത്? BJPയുടെ നേതൃത്വം പ്രതികരിക്കാത്തത്? RSSൻ്റെ പൂച്ചു പുറത്തായിരിക്കുന്നു. RSSനെ ജനം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു വശത്ത് മനുസ്മൃതിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ നരേന്ദ്രമോദി തൊട്ടുചുംബിക്കുന്നത്. മനസ്സിൽ RSSൻ്റെ മനുസ്മൃതിയാണ്. അതുപോലെ തന്നെയാണ് മനസ്സിൽ ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ദളിത് പ്രേമം പ്രസംഗിക്കുന്നത്. വോട്ടിന് വേണ്ടിയിട്ടാണ്. മനസ്സിൽ ക്രൈസ്തവ വിരുദ്ധത വെച്ച് പുലർത്തിയിട്ടാണ് ഇപ്പുറത്ത് ഒരു വശത്ത് ക്രൈസ്തവാരാധനാലയങ്ങൾ വേട്ടലാവുന്നത്. ഞാൻ ഇതിനിടയിൽ തന്നെ പറയാം, ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് നടക്കുന്ന സമയത്താണ് മണിപ്പൂരിൽ അതിരൂക്ഷമായ കലാപം ഉണ്ടാകുന്നത്. ഒരു വാക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. പോട്ടെ, സംഭലിൽ എത്രയോ മനുഷ്യരാണ്, 4 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ആ സംഭവത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വെച്ചില്ലല്ലോ. ദളിതർ ആക്രമിക്കപ്പെടുന്നു. പാർലമെൻറ്റിനുള്ളിൽ പോലും ഈ ക്രൈസ്തവാരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ഒരു ഡാറ്റ ചോദിച്ചാൽ ആ ഡാറ്റ തരാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ദളിത് പ്രേമം പറയുന്നു, ഉള്ളിൽ എന്താണ്? മനുസ്മൃതിയാണ്, ചാതുർവർണ്ണയാണ്. ഉള്ളിൽ അപ്പുറത്തോ മനുസ്മൃതിയാണ് ഭരണപക്ഷത്തിന് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ക്രൈസ്തവരെ വേട്ടയാടുന്നു, ക്രൈസ്തവാരാധനാലയങ്ങൾ തകർക്കുന്നു. അങ്ങനെയുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ മറ്റ് പല വിഷയങ്ങളും ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയം അർബൻ നക്സൽ തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. പ്രധാനമന്ത്രി ട്വീറ്റിനപ്പുറത്ത് മിണ്ടേണ്ടി വരും. കാരണം ഇത് അങ്ങേയറ്റം രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമാണ് എന്ന ബോധ്യം ഇപ്പോൾ BJPക്ക് ഉണ്ടാവും ഈ രാത്രിയിലെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഭിലാഷ്, ഇതിനകത്ത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു MP ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ INDI മുന്നണി ഇത്തരത്തിൽ അംബേദ്കറുടെ പേരിൽ അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരു വീഡിയോ ക്രോപ്പ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ആ പ്രചരിപ്പിച്ചതിന് ശേഷം അംബേദ്കർ സ്നേഹവും പറഞ്ഞുകൊണ്ട് ഗുണ്ടായുസവുമായിട്ട് പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനാധിപത്യപരമായ രീതിയിൽ അവർക്ക് എങ്ങനെയാണോ മറുപടി നൽകാൻ കഴിയുന്നത് ആ മറുപടി തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നൽകുക തന്നെ ചെയ്യും. ശ്രീ രാജു പി നായർ, അവസാനത്തെ 1 മിനിറ്റ്. അല്ല, ഒരു സംശയവും വേണ്ട. ഇവിടെ ND മുന്നണി ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ അടിച്ചമർത്തി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ ഈ രാജ്യത്ത് മുഴുവൻ, പാർലമെന്റിൽ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ പ്രതിഷേധം കത്തിപ്പടരും. രാജ്യത്ത്, കാരണം ഇന്ത്യയുടെ ഭരണഘടനയാണ്. 2002 ആദ്യമായിട്ട്, നേരത്തെ ധ്വജപ്രണാമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, പോയിട്ട് പഠിക്ക്. 2002 ആദ്യമായിട്ട് RSSന്റെ ആസ്ഥാനത്ത് ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത്, അറിയോ? അപ്പോൾ ആ ധ്വജമല്ല, ഇവിടുത്തെ മൂവർണ്ണക്കൊടിയുണ്ട്. ആ മൂവർണ്ണക്കൊടി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ പ്രാപ്തരായിട്ടുള്ള ജനാധിപത്യ വാദികളുടെ കയ്യിലാണ്. ശരി, എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മൂവ്മെന്റിലേക്ക് പോകുമോ? അതിനൊരു ടിപ്പ് ഓഫ് ആണോ ഇത്? കാത്തിരുന്ന് കാണണം. രാജ്യം സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.